ഹായ് ഗൈസ്, മാതാമ ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എമ്പുരാൻ അങ്ങനെ 200 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ്. അതും വെറും 5 ദിവസം കൊണ്ടാണ് സിനിമ 200 കോടി ക്ലബിൽ കയറിയത്. നമ്മുടെ മലയാള സിനിമ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു റെക്കോർഡാണിത്. കാരണം ഇത്രയും നാളായിട്ട് സിനിമകൾ ഇറങ്ങിയതിൽ 5 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ കയറുന്ന ഒരു മലയാള സിനിമ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആ സിനിമ. സത്യം പറഞ്ഞാൽ ഇതൊരു തമിഴ് സിനിമകളിലൊക്കെ സംഭവിക്കുന്ന പോലെ ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി ആ ഒരു രീതിക്ക് തന്നെ വളർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം തമിഴ് സിനിമകളിലൊക്കെയാണ് ഇതുപോലെ 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും 5 ദിവസം കൊണ്ടും ഒക്കെ 200 കോടിയും 300 കോടിയൊക്കെ കയറുന്നത്. അപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നൊരു സിനിമയാണെങ്കിൽ 5 ദിവസം കൊണ്ട് 200 കോടി കയറുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു റേഞ്ചിലുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഇതുവരെയായിട്ടും നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കളക്ട് ചെയ്തിരുന്ന ഏകദേശം നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വേൾഡ് വൈഡ് ആയപ്പോഴാണ് അത് അത്രയും കോടികളായത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5 ദിവസം കൊണ്ട് തന്നെ ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രീസ് അപേക്ഷിച്ച് അതൊരു വലിയ സംഭവമാണ്. അത് സത്യം പറഞ്ഞാൽ ഇനിയും മുതലുള്ള സിനിമകൾക്കാണ് അത് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് വരുന്നത്. ഇത്രയും നല്ല ഒരു ഗെയിം ചേഞ്ചറായിട്ടുള്ള മലയാള സിനിമയുടെ ഗെയിം ചേഞ്ചറായിട്ടുള്ള എമ്പുരാനെയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ തള്ളി പറയുകയും അതിനെ ഒതുക്കാനും നോക്കാനും ശ്രമിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ ഇതുപോലെ നല്ല രീതിക്ക് റീച്ചായി കഴിഞ്ഞാൽ നമ്മുടെ ഈ മലയാളം ഇൻഡസ്ട്രിക്കാനാണ് ഏറ്റവും നല്ല പേര് കിട്ടാൻ പോകുന്നത്. പക്ഷേ ചില ആൾക്കാർ ആ പേര് നശിപ്പിക്കാനുള്ള രീതിക്കും നമ്മുടെ ഇൻഡസ്ട്രി ഒരിക്കലും മേലോട്ട് പോകരുതെന്നുള്ള രീതിക്കത്തെയും കാര്യങ്ങളാണ് ഇപ്പം കുറച്ച് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ന്യൂസ് എടുത്ത് നോക്കിയാലും കുറഞ്ഞത് ഒരു 10 പ്രാവശ്യമെങ്കിലും എമ്പുരാൻ എന്ന് പറയുന്നുണ്ടായിരിക്കും. അതൊക്കെ എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇപ്പം ആ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഈ സിനിമകൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സിനിമയിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് എത്രത്തോളം സന്തോഷം കിട്ടും എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ പൃഥ്വിരാജാണെങ്കിലും ഇപ്പോൾ കുറച്ചേറെ നാളുകളായിട്ട് ഭയങ്കരമായിട്ടൊരു മനോനിലയിലാണ് ഇപ്പം. അപ്പം ആ ഒരു ഇത് വെച്ച് അവർക്കൊരു ആശ്വാസമായിട്ടുള്ള രീതിക്കാണ് ഇത് സംഭവിക്കുന്നത്. പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലാണ് പൃഥ്വിരാജിനെ മെൻഷൻ ചെയ്തിട്ട് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് മലയാള സിനിമയുടെ അഭിമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ എന്തോരോ ഹാപ്പിയാവുന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ഒരു രാജാവായിട്ടുള്ള ലാലേട്ടൻ്റെ റിഡക്ഷനാണ് ഈ നടന്നിരിക്കുന്നത്. ഇതുപോലൊരു നടൻ ഇത്രയും നാളും നമ്മുടെ ഇൻഡസ്ട്രിയിലിരുന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കിയ ഒരു നടനാണ് അദ്ദേഹം. പക്ഷേ കുറച്ചേറെ നാളുകളായിട്ട് അല്ലെങ്കിൽ ഡൗൺ ആയിരുന്നെങ്കിലും ഒറ്റ സിനിമ മതിയായിരുന്നു അദ്ദേഹത്തിന് കയറി വരാൻ. ആ സിനിമയായിരുന്നു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. എന്തായാലും എമ്പുരാൻ പോലെ ഇനിയും ചിത്രങ്ങൾ വരണമെങ്കിലും അത് ലാലേട്ടൻ തന്നെ വിചാരിക്കണം. ഇനിയും അതുപോലത്തെ സിനിമകൾ വരിക തന്നെ ചെയ്യും. ഇപ്പം എമ്പുരാൻ്റെ സെക്കൻഡ് പാർട്ട് നല്ല രീതിക്ക് ഓടിക്കഴിഞ്ഞാൽ തേർഡ് പാർട്ട് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പൃഥ്വിരാജ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം കൊണ്ട് പറഞ്ഞത് ഈ സിനിമ ഒരു ചെറിയ സിനിമയാണെന്നാണ്. പക്ഷേ തേർഡ് പാർട്ടിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗം തന്നെ പറഞ്ഞത് തേർഡ് പാർട്ട് ഒരു വലിയ ചിത്രമായിരിക്കണം. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അദ്ദേഹം അത് വലിയ ചിത്രമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലുപ്പമുള്ള ചിത്രം ആയിരിക്കും, അതിൻ്റെ ഒരു ബഡ്ജറ്റും അതിൻ്റെ ഒരു ക്യാൻവാസും ഒക്കെ ഏത് രീതിക്ക് വലുതായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും എമ്പുരാൻ്റെ വിജയത്തിൽ നമുക്കൂടൊരു പങ്ക് ചേരാം. നമ്മുടെയും പങ്കുണ്ട്. നമ്മളെല്ലാവരും ഈ സിനിമ പോയി കണ്ടതാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമകൾ ഇനി ഒത്തിരി വലിയ കളക്ഷനിലേക്കൊക്കെ പോകട്ടെ. ഇപ്പം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു ഓപ്പണറായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം 2025 ഏറ്റവും വലിയൊരു ഓപ്പണറാണ് നമ്മുടെ എമ്പുരാൻ എന്ന ചിത്രം. നമുക്കിതൊരു അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷമാണ്. അപ്പം ഇതിൽ ആ ഒരു അഭിമാനത്തിൽ നമ്മളിങ്ങനെ പവറായിട്ട് ഇരിക്കുകയാണ്. അതാണ് നമ്മുടെ എല്ലാ ദിവസത്തെയും വീഡിയോ. ഇപ്പം എമ്പുരാനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ഡെയിലി ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.